എത്രയായി? 30 രൂപ. 30 രൂപയോ? അമ്മച്ചി പെട്രോളിനൊക്കെ വലിയ വിലയാ. ഇപ്പൊ ജീവിക്കട്ടെ. നിങ്ങൾ അങ്ങനെ എല്ലായിടത്തും പിടിച്ചു പറിച്ച് ജീവിക്കരുത്. ഞാൻ എപ്പോഴും 20 രൂപയാ കൊടുക്കുന്നത്. 20 രൂപ മതി. അതൊക്കെ മതി. ആ ബാഗിനെടുക്ക. ചേച്ചി അടുത്തത് 955 രൂപ. ഉണ്ണി ആ വിളക്കില് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് അണയാതെ നോക്കണേ, കരിന്തിരി കത്തിക്കൂടാ. ചേച്ചി ഞാൻ പോയി നോക്കാം. അമ്മായി മോളെ ഞാൻ വന്നു. നല്ല ആളാ അമ്മായി. ഇപ്പോഴെങ്കിലും വന്നല്ലോ. രാവിലെ അമ്മായിയും കുട്ടി ബലിയിടാൻ പോണോന്ന് വിചാരിച്ചതാ. എന്റെ കാര്യമൊക്കെ നിനക്ക് അറിഞ്ഞൂടെ വിമലേ? നമ്മുടെ മണ്ണാത്തി ജാനൂനെ പോലെയാ എന്റെ കാര്യം. അലക്കൊഴിഞ്ഞിട്ട് നേരമില്ല. നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ഉണ്ണിയപ്പം, മുറുക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്ത് കഴിക്കാം. എല്ലാം നിനക്കുള്ളതിലടി. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരും. അമ്മായി ഞങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ കൂടെ നിൽക്കണം. അത് നന്നായി. അവിടെയും നിങ്ങളെ പോലെ 2 പെമ്പിള്ളേരുണ്ട്. അവരുടെ കാര്യം കൂടെ നോക്കണ്ടേ? അടുത്ത മാസം ഗോപാലകൃഷ്ണൻ നാട്ടിൽ വരുന്നുണ്ട്. അവൻ വന്നാ പിന്നെ വീട്ടിലാളായി. അപ്പൊ പിന്നെ എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരികയോ നിൽക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും. ഗോപിയേട്ട വന്ന അപ്പൊ തന്നെ അമ്മായി അറസ്റ്റ് ചെയ്തും കൊണ്ടുവരണം കേട്ടോ. അന്നമ്മായി വാക്ക് മാറ്റി പറയരുത്. നിങ്ങൾക്ക് 4 ആൾക്കും അങ്ങോട്ട് വന്ന് 2 ദിവസം നിന്നൂടെ? അതും നിങ്ങൾ കളിച്ചു വളർന്ന വീടല്ലേ? എന്റെ അമ്മായി ടാക്കീസ് അടച്ചിട്ടേച്ച് എങ്ങനെ അമ്മായി ഞങ്ങൾ അങ്ങോട്ട് വരുന്നേ? ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളല്ലേ. എന്നാലും അമ്മായിയെ കുറിച്ച് ഞങ്ങൾ പറയാത്ത ദിവസങ്ങളില്ല. ഞങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ അല്ലേ അമ്മായി? അമ്മായി കാരണല്ലേ ഞങ്ങൾ 4 ആളും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്. അമ്മായിക്ക് കഴിക്കാൻ എടുത്തോ. ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? നമ്മുടെ തെക്കേതിലെ കാത്തൂന്റെ ഒരു മോനില്ലേ വിഷ്ണു, 28 വയസ്സേ ഉള്ളൂ. നല്ല ചെക്കനാ. അവനിപ്പോ സർക്കാർ ബസ്സിലെ കണ്ടക്ടറാ. നിനക്കറിയില്ലേ? പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട അമ്മായി. ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി. ആ കണ്ടക്ടർ ചെക്കനെ മറ്റാർക്കെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വണ്ടി വിട്ടോട്ടെ. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. നീയാണോ തീരുമാനിക്കുന്നേ? ആ വിളക്കിപ്പോ എണ്ണ ഒഴിക്കടി. അവളൊരുത്തി അമ്മായി അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കെട്ടിക്കോളാം. വലിയ വർത്താനം പറയല്ലേ. അതൊക്കെ എടുത്തു വെക്കടി, എടുത്തു വെക്ക. നിങ്ങൾ 4 ആളുടെയും കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ടേ. ഇത് ഞാൻ പാർവതിക്ക് കൊടുത്ത വാക്കാ. ഇന്നലെയും ഞാൻ അവള് സ്വപ്നം കണ്ടു. നിന്റെ അമ്മയെ അവൾ ഉറക്കത്തിൽ വന്ന എന്റെ അടുത്ത് വന്ന് പറയുക, എന്റെ വിമല മോളുടെ കാര്യത്തിലാ എനിക്ക് വേവലാതിന്നു. എന്നിട്ട് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അന്ന് ടാക്കീസ് എഴുതി വാങ്ങിക്കാൻ നിന്റെ അച്ഛൻ എന്തുമാത്രം പുകില ഉണ്ടാക്കിയത്. പാവം പാർവതി. അതിന്റെ പേരിൽ എന്തൊക്കെയാ അവള് സഹിച്ചത്. അന്ന് അത് എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗതി എന്താവുമായിരുന്നു? മോൾ അമ്മയുടെ കർമ്മം ചെയ്തവളാ. എല്ലാ അർത്ഥത്തിലും തിരിച്ചറിവാവുന്ന പ്രായത്തിൽ തന്നെ എന്റെ മോള് സഹോദരങ്ങൾക്ക് അമ്മയായില്ലേ? അനാഥരായ നിങ്ങൾ 4 ആളുടെയും കൈപിടിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മായി ടാക്കീസിന്റെ പടിയിറങ്ങുമ്പോ മോളുടെ മുഖത്തുണ്ടായിരുന്ന ആ വേദന ഞാൻ ഇന്നും മറന്നിട്ടില്ല. ആ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ മോളെല്ലാം ചെയ്യുന്നില്ലേ? അതിനു മോക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യവും തരും. മോളെ, അമ്മായിക്ക് പ്രായമായി. അടുത്ത അമ്മയുടെ ശ്രാദ്ധത്തിന് മുമ്പെങ്കിലും മോള് മിന്നുകെട്ടി കാണണമെന്ന് അമ്മായിയുടെ ആഗ്രഹം. അനിയത്തി കുട്ടികൾക്ക് മാത്രമല്ല, മോക്കും വേണം ഒരു ജീവിതം. ഇനി അത് വൈകിക്കൂടാ. എക്സ്ക്യൂസ് മീ. എന്താ സാർ, ഒരു ലിഫ്റ്റ് തരൂ. കുറെ നേരമേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ആ ഓട്ടോ സ്റ്റാൻഡ് വരെ മതി. അരമണിക്കൂർ കഴിഞ്ഞ് ബസ് വരുള്ളൂ. അല്ല, അവിടം വരെ നടക്കാവുന്ന ദൂരല്ലേ ഉള്ളൂ. സർ പ്ലീസ്. എന്താ പേര്? റോസ് ജോൺ. ഓ, ചവി ചവി ചവി. അയ്യോ മാല, അയ്യോ എന്റെ മാല, കള്ളി കള്ളി. എന്റെ മാല പഠിച്ചോണ്ട് വന്നേ. എടി എടി ഇല്ലടി ഇവിടെ. കള്ളി നാട്ടുകാരെ, കള്ളി വരുന്നേ,
എന്താ എന്താ ഉണ്ടായി? ആര്? ഒരാള് അല്ലല്ല 3 പേരുണ്ട്. ആരാ അവരൊക്കെ? അറിയില്ല. ഒന്ന് വണ്ടി വേഗം വിട്. ഒന്ന് വേഗം പോയിക്കോ. വേഗം വേഗം വേഗം. പേടിക്കാതിരിക്കൂ. വേഗം വേഗം. ഞാനില്ലേ കൂടെ. നിർത്തില്ല. വേഗം പോയിക്കോ. ഹലോ പോലീസ് സ്റ്റേഷൻ. വണ്ടിലോട്ട് കയറ്റും. വണ്ടി സ്റ്റേഷനിൽ സർ. നോക്കി നിൽക്കാതെ പോയി ജീപ്പിൽ കേറാം. ഇങ്ങോട്ട് വാടാ. പിടിച്ചേ. ഇങ്ങോട്ട് മാറി നിൽക്കടി. വട്ടപ്പള്ളി റസിയ, നീ എന്ന് മുതലാടി റോസ് ജോൺ ആയത്? ഒരു ചെറുപ്പക്കാരിയാണ് സാറിന്റെ മാല മോഷ്ടിച്ചെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഇവളായിരിക്കും. നീ ആരാടാ? ഇവളുടെ പാർട്ണറാ? അല്ല സർ, ഞാൻ നിരപരാധിയാണ് സർ. ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവനെ ഡിസ്ചാർജ് ചെയ്യിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് റേഷൻ കാർഡ് എടുത്ത് വരുന്ന വഴിക്ക് ഇവളെന്റെ വണ്ടി കയറിയതാണ് സർ. പറിച്ചെടുത്ത മാലയും തേടി. കർത്താവേ, നീ മാലയെങ്ങാനും വിഴുങ്ങിയോ? ഇല്ല സർ. ഓ, രക്ഷപ്പെട്ട്. വിഴുങ്ങിയിരുന്നെങ്കിൽ പഴക്കൊല്ലം മേടിച്ചെന്റെ കുടുംബം മുടിഞ്ഞാനെ. മാല എടുക്കണി. ആ, ബെസ്റ്റ് സ്ഥലം. നോക്കിയേ, ഇതന്നെയല്ലേ സാറിന്റെ മാല? ഒറിജിനൽ വില്ലെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന വർഗ്ഗങ്ങളാ. അതെ സാർ, ഇത് തന്നെ എന്റെ മാല. താങ്ക് യു. ആയിക്കോട്ടെ. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറി വന്ന ദിവസം തന്നെ കിട്ടിയ സ്വീകരണം കൊള്ളാം അല്ലേ? അതുകൊണ്ട് ഞാനൊരു പാഠം പഠിച്ചു. ഇനി എന്റെ വണ്ടിക്ക് ആര് കൈ കാണിച്ചാലും ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. പ്രത്യേകിച്ചും ഈ ജീൻസ് ഇട്ട പെണ്ണുങ്ങൾ. സാറിന് ഞാൻ പാരിതോഷികങ്ങളൊന്നും ഞാനങ്ങനെ സ്വീകരിക്കാറില്ല. പിന്നെ നിർബന്ധിച്ചാൽ ഒരു സാധനം വെച്ചാ കാണത്തില്ല. നോക്ക്. ഇത് വെച്ചോ. പഞ്ചായത്തിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, മറക്കരുത്. ഓ, വലിയ ഉപകാരം. ഇറങ്ങി പോടാ. താങ്ക് യു സർ. രക്ഷപ്പെട്ടു. സാർ എന്ന് ഞാനും ഓ, പൊയ്ക്കോളൂ. സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞം കേട്ടോ. കേറി നിൽക്കണോ? ഇങ്ങോട്ട് മാറി നിൽക്കടി. എന്തെങ്കിലും തടയെന്ന് വിചാരിച്ചു, അതും തടഞ്ഞില്ല. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ. സെക്രട്ടറി കൊള്ളാലോ. രാത്രി ടാക്കീസിന്റെ ഡോർ തുറന്നിട്ടാ ഇവിടെ ഇരുന്ന് സിനിമ കാണാം. ഓഹോ, അത് ശരി. നെയ്ബേഴ്സ് പ്രതീക്ഷിച്ച പോലെ അല്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? തരാം, നോക്കട്ടെ. അപ്പൊ ബോറടിക്കില്ലെന്ന് ഉറപ്പായി. പുതിയൊരാള് കൂടി. അപ്പൊ 3. കൊള്ളാം. ഇനി ഈ ജനൽപ്പാളികൾ ഒരിക്കലും അടയുകയില്ല. ഈ ഇടയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഇവന്. ഞാൻ സുഖമില്ലാത്ത ആളാണെന്നുള്ള ബോധം പോലും ഇവനില്ല. വാഷളൻ. എന്താ ഒറ്റയ്ക്കിരുന്ന് പറയുന്നത്? ഓ, ഒന്നും പറയണ്ട എന്റെ മോളെ. എന്നെ നോക്കാൻ കൊണ്ടുവന്നവരെ ഞാൻ നോക്കേണ്ട ഗതികേടില്ല. എന്തു പറ്റി? ഉണ്ണി എവിടെ? ഓ, അകത്തോട്ട് വെള്ളം ചൂടാക്കുക. ഒരു ഡാമിലെ വെള്ളം ചൂടാക്കേണ്ട സമയം കഴിഞ്ഞു. ഏത് നേരവും വിസ വിസ എന്നൊരു ചിന്ത അവനുള്ളു. അല്ല, ഇവരൊക്കെ ഗൾഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അല്ല, ഇവിടെ വെള്ളം ചൂടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഗൾഫിലെ അറബിയുടെ കക്കൂസ കഴുകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പോട്ടാശാനെ, പിള്ളേരല്ലേ. ആശാന്റെ കുളി കഴിഞ്ഞ് ഉണ്ണി ഒന്ന് ടാക്കസിലേക്ക് വിടണം. എന്തിനാ മോളെ? ഇന്ന് മുതൽ ടിക്കറ്റ് ചാർജ് കൂട്ടുവാ. പഴയത് മാറ്റി പുതിയതൊന്ന് എഴുതണം. ഇന്നലെ ഒരുത്തൻ ഏർപ്പാടാക്കിയതാ, അവൻ ഇതുവരെ വന്നില്ല. വിമലയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലുവാ. മോള് പോയിക്കോ, ഞാൻ അവനെ പറഞ്ഞു വിട്ടേക്കാം. മറക്കല്ലേ ആശാനെ. ഇല്ല മോളെ, പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. ഓ, ഉണ്ണിക്കിച്ചാ, എടാ ഉണ്ണിക്കിച്ചാ. വരുന്നു. വരുന്നത് ഇങ്ങോട്ട് വാടാ, ചൂടാക്കിയത് മതി. അതെ അതെ, രാവിലെ തീവനി ഫ്ലൈറ്റ്. അല്ല, ഏതാ ഈ പുതിയ ഇറക്കുമതി? കയ്യിലും കാലിലും പാന്റ് ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. മോർണിംഗ്. ആണാ? ആരാ മനസ്സിലായില്ല? ഞാൻ അബ്ദുൽ, ദുബായ് അബ്ദുൽ. ഇരുന്നാട്ടൊരു കാലി എടുക്കാം. നോ താങ്ക്സ്. ആയിക്കോട്ടെ. ഈ ടാക്കീസിൽ എങ്ങനെ നല്ല കളക്ഷൻ വരാറുണ്ടോ? പിന്നെ കളക്ഷൻ വരാറുണ്ടോന്നോ? ആഴ്ചയിൽ 7 ദിവസം നല്ല കളക്ഷൻ അല്ലേ? അല്ല, ടാക്സി വിലക്ക് വാങ്ങാനും മറ്റോ വന്നാണോ? എങ്കിലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം. അതെന്താ? ഇവിടുത്തെ നാട്ടുകാരത്ര ശരിയല്ല. എങ്കിൽ പാരപണി അതാ. മിസ്റ്റർ ഭരതൻ, ഞാൻ ഈ ടാക്കീസ് വാങ്ങാൻ വന്ന ആളൊന്നും അല്ല. പിന്നെ ശരിക്കും പറഞ്ഞ ഞാനൊരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. മനസ്സിലായില്ല. പറയാം. അതായത് എന്റെ ഈ നാളത്രയുമുള്ള ഗൾഫ് സമ്പാദ്യം കൊണ്ട് ഞാനൊരു ചലച്ചിത്ര വിതരണ കമ്പനി തുടങ്ങാൻ വേണ്ടി പോവാ. അതായത് ദുബായ് റിലീസ്. നല്ല കാര്യം.
ആദ്യം കൊച്ചു കൊച്ചു തമിഴ് പടങ്ങൾ എടുത്ത് വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും സഞ്ചരിച്ച് അവരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ടാക്കീസില് പണ്ട് ടൈറ്റാനിക് സിനിമ കളിച്ചപ്പോ കപ്പലിന്റെ പകുതി ഭാഗം സ്ക്രീനിലും മറ്റേ പകുതി ഭാഗം കുഞ്ഞുണ്ണിയാസന്റെ മതിലേലും ആയിരുന്നു. അങ്ങനത്തെ തിയേറ്ററാണ് പടം കളിപ്പിക്കുന്നത്. ആട്ടെ, ഏതാ ആദ്യത്തെ സംരംഭം? എൻ പൊണ്ടാട്ടി അവനുക്ക് ലവർ. കൊള്ളാം, ഏ പടമാണല്ലേ? തമിഴ്നാട്ടിൽ തുടർച്ചയായി 365 ദിവസം ഓടി സൂപ്പർ ഹിറ്റായ സെക്സ് പടമാണ്. പക്ഷെ ഈ പടം ഇവിടെ കളിപ്പിക്കുന്നു എനിക്ക് തോന്നണില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതെ. എങ്ങനെ? നിങ്ങൾ ഈ പടത്തിന്റെ പേരും പറഞ്ഞ് അവളന്മാരുടെ പടി ചവിട്ടിയാലുണ്ടല്ല, അവളന്മാരെ ചൂലെടുത്ത് നിങ്ങൾ അടിച്ചോടിക്കും. പിന്നെ നിങ്ങളുടെ പൊണ്ടാട്ടിക്ക് നിങ്ങളുണ്ടാവില്ല, നിങ്ങൾ വേറെ ലവർ അന്വേഷിക്കേണ്ടി വരും. ശരിക്കും? ശരിക്കും. പക്ഷേ മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ നിരാശപ്പെടണ്ട. അധികം താമസിയാതെ എന്റെ മുതലാളി മൂർക്കമ്പറമ്പിൽ പാപ്പച്ചൻ ഇവിടെ ഒരു തിയേറ്റർ പണിയും. അവിടെ ഞാൻ കളിപ്പിക്കും ഉദ്ഘാടന ചിത്രമായിട്ട്. സെക്സ് പടം കാണാനുള്ള ഇവിടുത്തെ ജനങ്ങളുടെ അവകാശം ഞാൻ സഫലീകരിച്ചു കൊടുക്കും. ഒരേ ബഹുമാനപ്പെട്ട ഭരതൻ, താങ്കളെ പോലുള്ളവരെയാണ് ഈ നാടിനും ഞങ്ങളെ പോലുള്ളവർക്കും ആവശ്യം. ബഹുമാനപ്പെട്ട അബ്ദുള്ള, തൽക്കാലം പോയിട്ട് 3 മാസം കഴിഞ്ഞു വാ. അപ്പോഴേക്കും ഈ ടാക്കീസിന്റെ സ്ഥാനത്ത് മൂർക്കമ്പറമ്പിൽ ടാക്കീസ് ആയിരിക്കും. ബഹുമാനപ്പെട്ട ഭരതൻ, അപ്പോൾ നമുക്ക് ഉദ്ഘാടന ദിവസം കാണാം. ശരി ബഹുമാനപ്പെട്ട അബ്ദുള്ള. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ബഹുമാനപ്പെട്ട ഭരതൻ. പോയിട്ട് വരൂ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള അവളുമാരുടെ അടിയും കൊണ്ട് ടൈയും കോപ്പും ഇല്ലാതെ ദുബായിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ. പാവം. എന്റെ നാട്ടുകാരനായ ഉണ്ണികൃഷ്ണല്ലേ ഇവൻ? ഇവനെന്താ ഇവിടെ? സിനിമ തുടങ്ങാൻ സമയമായില്ലല്ലോ. എന്തായാലും ഈ കൊല്ലത്തിൽ ഇവൻ എന്നെ കാണണ്ട. വാച്ച് ചെയ്യാം, കാര്യങ്ങൾ അറിയാലോ. മോളെ തച്ച് കഴിഞ്ഞെങ്കിൽ ആ തുണി ഞാൻ വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. വിമലെ, ഈ പ്രാവശ്യത്തെ ചിട്ടി ഞാൻ പിടിക്കും കേട്ടോ. ആഹാ, ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഉണ്ണികൃഷ്ണൻ. വരൂ. ദാ വലിയ പണിയൊന്നുമില്ല. ഈ 15 17 ആക്കണം, ഈ 22 25 ആക്കണം. ആയിക്കോട്ടെ. എത്രയാ കൂലിന്ന് വെച്ച് കഴിഞ്ഞാ അയടമ്മയോട് പറഞ്ഞാ മതി. ഇത് നിസ്സാര പണിയാ, ഇതിന് കൂലിയൊന്നും വേണ്ട. അത് പറ്റില്ല. ആരും ഞങ്ങൾക്ക് വേണ്ടി വെറുതെ ജോലി ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാ തുടങ്ങിക്കോളൂ. അല്ല, ഈ ചെറുക്കനെ കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അയ്യോ, ഒരു പാവാ. എന്നാലും വന്ന സ്ഥിതിക്ക് എഴുതി കഴിഞ്ഞിട്ട് പോ. അയ്യോ, അതൊരു മര്യാദക്കാരനാ. അതിനെ നോക്കി നിന്നാലേ ബസ് അതിന്റെ പാട്ടിന് പോവും. വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വരാൻ. ഹലോ, കുറച്ച് മണ്ണെണ്ണ വേണമായിരുന്നു. ഇന്ന് 3 ആളെയും പരിചയപ്പെട്ടിട്ടുണ്ട് കാര്യം. മിക്കവാറും അവൾ ഇനിയും വരും. വെയിറ്റ് ചെയ്യാം. എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മണ്ണെണ്ണ കുറച്ച് വേസ്റ്റ് തുണിയും കൂടെ. ഇതൊക്കെ പണിക്ക് വരുമ്പോ കൊണ്ടുവന്നൂടെ? അയ്യോ, ഞാൻ പണിക്കാരനൊന്നുമല്ല, നെയ്ബറാ. പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ചോദിച്ചില്ല. ഇനി വേറെ വല്ലതും വേണ്ടി വരുമോ ആവോ? വേണ്ടി വരും. എന്തോ ഉണ്ണികൃഷ്ണ, വേഗം പണി തീർത്തിട്ട് പോവാ നോക്ക്. ഒരു എഴുത്തുകാരൻ വന്നിരിക്കുന്നു. ഓർഡർ കൊടുത്തത് ഒരാൾക്ക്, കൊണ്ടുവന്നത് മറ്റൊരാൾ. അകത്ത് പോയവളെ കാണുന്നില്ലല്ലോ. ഇനി ഇവൻ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയാണോ വെയിറ്റിംഗ്? രണ്ടിലൊന്നറിഞ്ഞ എനിക്ക് പോകായിരുന്നു. വെറുതെ അയ്യോ പരദൂഷണോ ആപ്പോഴേക്കും പോരാഞ്ഞിട്ട് ഒളിച്ചോടാൻ തുടങ്ങിയോടാ. അല്ല വരാതി. അയ്യോ അയ്യോ, എന്റെ കണ്ണിലെരിയണേ, കണ്ണിന് മുളക് പൊടി പോയേ. ആരെങ്കിലും വെള്ളം ചായോ? ഫയർഫോഴ്സിനെ വിളിക്ക്. അയ്യോ, ഫയർഫോഴ്സിനെ വിളിക്കാൻ. പോകുന്ന പോക്ക് കണ്ടില്ലേ, നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ മാതിരി. കൊറേ നാളായി അവനോട്ടൊരെണ്ണം കൊടുക്കണോന്ന് വിചാരിച്ചിട്ട്. ഈ നാറിയാ നമ്മുടെ പോസ്റ്റൊക്കെ രാത്രിയിൽ വലിച്ചേറി കളയുന്നത്. ഏതായാലും കൊറേ കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവില്ല, ഉറപ്പാ. ബസ് കിട്ടാത്ത തിരിച്ചു വന്നത് അവന്റെ യോഗം, മുളക് യോഗം. ഡാ, എന്താ അവിടെ? മണ്ണെണ്ണ എടുക്കാനാ. എന്നാ കിട്ടിയേക്ക് പൊക്കൂടെ? ഓ, ദാണ്ടെ. നമുക്ക് വീട്ടിൽ പോയി ചായ നല്ല കടിയൊക്കെ കുടിച്ച് സ്വസ്ഥമായിട്ട് സംസാരിക്കാം. അത് വേണമെന്നില്ലേട്ടാ, ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം. ശുഭകാര്യങ്ങളാണ്, അപ്പൊ പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന് വേണമല്ലോ സംസാരിക്കാൻ. വേണ്ട, കമലാസൻ ചേട്ടൻ പറയുന്ന ഏത് കാര്യവും നടന്നോണ്ട് പറയാം. പറ. എന്നാ പിന്നെ പറയാല്ലേ. മിടുക്കൻ, അതിലുപരി ദൈവവിശ്വാസി, വിവാഹിതൻ, തന്റേതല്ലാത്ത കാരണങ്ങളാൽ ഒരു കുട്ടി ഉണ്ടായിപ്പോയി. അയ്യോ, അത് കൊള്ളാലോ. നിയമപരമായി ബന്ധം വേർപെടുത്തി ഫ്രീ ആയിട്ട് ഇപ്പൊ 10 വർഷമായി. വിമല എന്ന് കേട്ടപ്പോ ഒറ്റ പിടുത്തവാ, പിന്നെ വിടുന്നേ ഇല്ല. എന്താ ചേട്ടാ,
പിടിക്കാനായിട്ട് അയാളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആര് പറഞ്ഞു കണ്ടിട്ടില്ലെന്ന്? കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ടാക്കീസിൽ വന്നപ്പോ ഈ വിമലെ മതി വരുവോളം അയാള് കണ്ടു.